മാഷാ അള്ളാ, അങ്ങനെ നമ്മുടെ അടുക്കളയ്ക്ക് ഫൗണ്ടേഷൻ കീറിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ തറ കെട്ടി അടുക്കളപ്പണി തീർത്തിട്ട് നമുക്ക് റബിയുൽ അവ്വലിൽ തന്നെ നമുക്ക് ഹൗസ് വാമിങ് നടത്തണം കേട്ടോ. ഹലോ, എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞോ? പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഈ ചുരിദാറൊക്കെ എനിക്ക് തന്നതാണ്. അതിൻ്റെ വീഡിയോ പിന്നെ ചെയ്യണ്ടേ. അതുപോലെ തന്നെ പിന്നെ ഇത് ഭംഗിയുണ്ടോ? രസമുണ്ടോ? അതുപോലെ ഇത് ഞാനിങ്ങനെ ഓർണമെന്റ്സ് കാര്യങ്ങളൊന്നും കെട്ടലില്ല. അപ്പം അതിങ്ങനെ കിട്ടിയപ്പോൾ ഇങ്ങനെ ഇട്ടതാണ്. പിന്നെ ചുരിദാർ ആരാ തന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു ചുരിദാറും കൂടെ ഉണ്ട്, 2 ചുരിദാറുണ്ട്, ഞാൻ വാങ്ങിയതല്ല. പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞോ? ഇന്ന് ഞാൻ ബിരിയാണിയാണ് വെച്ചത്. ഞാൻ ഉണ്ണിയാണിയൊക്കെ ചുള്ളിയോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ്. ഇത് ഷാള്. പാൻറ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉള്ളി കളർ തന്നെയാണ് പാൻറ് കേട്ടോ. കാണിച്ചു തരേ. ഇതാ പാൻറ് കണ്ടോ, ഈ ഒരു കളറ് ഉള്ളി ഷാള്. അപ്പോൾ ഇന്ന് എല്ലാവരും എന്തൊക്കെ ഉണ്ടാക്കിയത്? പെരുന്നാളിന് ബിരിയാണി വെച്ചോ? ഞാനിവിടെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ബീഫ് വാങ്ങിയിട്ടില്ല കേട്ടോ. ബീഫ് പള്ളിക്കന്ന് കിട്ടുമല്ലോ, ഉദയത്തിൻ്റെത് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ അത് കിട്ടിയതിൻ്റെ ശേഷമാണ് ബീഫ് ഉണ്ടാക്കിയത്. പിന്നെ മോളൊക്കെ വൈകുന്നേരമല്ലേ വരുള്ളൂ, അപ്പോഴത്തേനും മതിയല്ലോ വിചാരിച്ച്. ഇത് ഇഷ്ടമായോ? ഈ സംഭവം ഇഷ്ടമായോ? നല്ല രസമുണ്ടല്ലേ, സിമ്പിളായിട്ടല്ലേ പണിയില്ലേ. അതുപോലെ തന്നെ ഈ റിങ്ങു രസമല്ലേ, ഈ റിങ്ങു രസമല്ലേ. വേറെ ഉണ്ട് കാണിച്ചു തരാൻ. അപ്പോൾ ഇപ്പോൾ സമയമില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് കാണിച്ചു തരാം, ആ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും അതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വരി. അപ്പോൾ അടുക്കളപ്പണി പിന്നെ ഫൗണ്ടേഷൻ കീറിക്കണ്, പടവ് തുടങ്ങിയിട്ടില്ല, കല്ല് കിട്ടിയിട്ടില്ല, ഫൗണ്ടേഷൻ കീറിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ കിടക്കണത്. ഷെഡ് പൊളിച്ചല്ലോ, തൽക്കാലം ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കണത്. അപ്പോൾ ടൈലിട്ടതൊക്കെ കാണിച്ചു തരും താത്ത അതിങ്ങനെ വീഡിയോയിൽ പറയുന്നുണ്ട്. ടൈലിട്ടത് ഞാൻ മൊത്തത്തിൽ ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് അതൊന്നും കാണിച്ചു തരാത്തത്. അപ്പോൾ പെരുന്നാൾ വീഡിയോ, ഇന്ന് പെരുന്നാളല്ലേ, അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കട്ടെ വിചാരിച്ചു. ഇനി ഉണ്ടാക്കിയ കുക്കിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നമുക്ക് വീടും അടുക്കളയൊക്കെ പെട്ടെന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചെറിയൊരു കുഞ്ഞ് ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ പൊരിക്കുകയാണ് കേട്ടോ. ചിക്കൻ പൊരിച്ചങ്ങാണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എണ്ണയിലൊന്ന് പൊരിച്ചെടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ്റെ കഷ്ണം ഇറച്ചി എല്ലുമെന്ന് വേറിടാതെ ഇളകാതെ നിൽക്കും. ഇനിയിപ്പോൾ ഇളകി ഒന്ന് പൊട്ടി പൊളിഞ്ഞ് പോയാലും ആ ഇറച്ചിക്ക് നല്ല ഉറപ്പുണ്ടാവും. മറ്റേന്താ പറയുക, ചോറ് കൂടെ അങ്ങോട്ട് പോയാൽ നല്ലോണം വെന്ത് വേഗേറിയാലൊക്കെ ചെയ്താലേ വേഗേറിയാലൊക്കെ പിന്നെ ഇറച്ചി എവിടെയെങ്കിലുമൊക്കെ കാരം കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിത് ഇങ്ങനൊരു പാത്രത്തേക്ക് പൊരിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതിലാണ് ബിരിയാണി ദമ്മിടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ബിരിയാണി പ്ലോട്ടുണ്ട്, അതിലേക്ക് പൊരിച്ചിട്ട് കൊടുത്താൽ പിന്നെ അതിൽ തന്നെ ദമ്മിടും ചെയ്യാലോ. കരുതി മസാലയും തന്നെ ഈ അടുപ്പത്താണ്, ഞാൻ വിറകടുപ്പത്ത് തന്നെയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ ഷെഡ് പൊളിച്ചതുകൊണ്ടേ പിന്നെ എന്താ പറയുക, ഭയങ്കര ഇടങ്ങേറാണ്. മഴ ചീഞ്ഞ് കുളിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്, മണ്ണും. പിന്നെ നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്യാൻ നമ്മൾ ഈ കുഞ്ഞു സ്വർഗത്തിൻ്റെ അടുക്കള തന്നെയാണ്. അടുക്കള ഭാഗം പൊളിച്ചിട്ടില്ല, ഷെഡാണ് പൊളിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ ബിരിയാണിക്ക്. അപ്പോൾ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും പെരുന്നാളൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞു? എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തില്ലേ? നമുക്കിവിടെ പെരുന്നാളിന് ഡ്രസ്സ് കിട്ടിട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു 2 ചുരിദാർ ഇട്ടിട്ടുണ്ട് എനിക്ക്. പിന്നെ കുറച്ച് പിന്നെ എന്താ പറയുക, പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ കിട്ടിട്ടോ ഗ്യാരണ്ടീൻ്റെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ അതാ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് തൈരും നാരങ്ങാനീരും ഒക്കെ മസാലയൊക്കെ ഇതിലിട്ട് ചിക്കന് നല്ലോണം എന്നിട്ട് ഇളക്കിയിട്ട് ഇത് തന്നെ ദമ്മിടുക, ഒരു വാഴൻ്റെ വെച്ചുകൊണ്ട് ദമ്മിടുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നല്ല പിന്നെ വെന്ത് പാകമായിട്ട് വരും. ഞാൻ ഇങ്ങനെ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കൽ കേട്ടോ.
അപ്പോൾ ബീഫ് കിട്ടാത്തത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ബീഫ് വാങ്ങിയിട്ടില്ല. അപ്പോൾ പള്ളിക്കന്ന് ബീഫ് കൊണ്ടുവരുന്നുണ്ട്. നേരത്തെ തന്നെ കൊണ്ടുവരാനൊക്കെ ഞാൻ. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ എന്താ പറയുക, വിഷുവിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഓരെ വിളിക്കണമെന്നുണ്ട്. അപ്പോൾ അവർക്ക് പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പത്തിരി ചുട്ടുങ്ങാണ്ട് പത്തിരിക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ പറഞ്ഞു. ആരും വിളിക്കണില്ലിട്ട് ഇപ്രാവശ്യം ഞാൻ പെരുന്നാളിന്. കാരണം എന്താണെന്നറിയോ, വീട് ഷെഡ് പൊളിച്ചതുകൊണ്ടേ ഭയങ്കര പ്രയാസമാണ് വിളിക്കാൻ. അപ്പോൾ ഒരു രണ്ടാൾക്കാർ വന്നിട്ട് അത് കഴിക്കും. പത്തിരി ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിന് പത്തിരി വേണം ഉണ്ടാക്കട്ടോ. അപ്പോൾ അത് ദമ്മിട്ടുങ്ങാണ്ട് ബിരിയാണിയൊക്കെ അതാ ഉഷാറായി വന്നിട്ടുണ്ടോ. കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. 1 കിലോ അരി തന്നെ, 1 കിലോ അരിയിൽ തന്നെ ഒരു 4 അരിയാണ് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കാരണം മോട്ടിയും എമ്മിക്കുട്ടനും പിന്നെ ഷാഫി ഉണ്ട്, പിന്നെ ഞാനും കുഞ്ഞാണിയൊക്കെയാണ്. പിന്നെ കുഞ്ഞുമോന് വരില്ല പെരുന്നാളിന്. അപ്പോൾ അതാ ഞങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ അനിയത്തിയും കുട്ടികളൊന്നും ഇവിടെ ഇല്ല. പിന്നെ അമ്മയാണ്, അമ്മമാക്കും ചോറ് കൊണ്ടുപോയി കൊടുക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ബിരിയാണിയായി. അപ്പത്തിനാണ് പള്ളിക്കന്ന് ബീഫ് കൊണ്ടുവന്നുകാണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വരിക. അപ്പോൾ എനിക്ക് പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ അതിക്കാണ് ഇപ്പോൾ ബീഫ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് കറി ഞാൻ ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബീഫ് ചാറോടുക്കനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം. പിന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ അടുക്കള പണി തീരാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ആഗ്രഹമാണ് സ്വാമിന് റബീഉൽ അവ്വൽ നടത്തണം എന്നുള്ളൊരാഗ്രഹമാണ്. അപ്പോഴത്തേന് പണി തീരുന്ന് വിചാരിക്കുന്നുണ്ട്. പൈസയൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ. ലോണ് പാസ്സാക്കി ഇട്ടിട്ട് കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ കയ്യിലില്ല കുറച്ച് പൈസയൊക്കെ വെച്ചങ്ങാണ്ട് ഫൗണ്ടേഷൻ കീറിപ്പിച്ച് ഇനി അത് നിറക്കണം, തറ കെട്ടണം. ഇപ്പോൾ 2 ലോഡ് കല്ല്, ഒരു 1.5 ലോഡ് കല്ല് വേണ്ടിയിരുന്നു പറഞ്ഞിട്ട് കേട്ടോ അടുക്കളൻ്റെ തറക്ക്. അപ്പോൾ അത് ഇറക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ തറ കെട്ടുന്ന ആൾ വന്ന് നോക്കി അളവൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ എടുത്ത് പോയിരുന്നു. അപ്പോൾ ഇനി കുറച്ചും കൂടി കുഴിക്കാനുണ്ട്. എന്നിട്ട് അത് കുഴിച്ചിട്ട് പിന്നെ ഫൗണ്ടേഷൻ നിറച്ചിട്ട് പറയാനാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ വേണം 1.5 ലോഡ് കല്ല്. അതിപ്പോൾ 2 ലോഡ് തന്നെ ഇറക്കണം. പിന്നെ നമുക്ക് അകത്തുനിന്നുള്ള ടോയ്ലറ്റിൽ നിന്ന് കക്കൂസ് കുഴി ഇല്ലല്ലോ, ടോയ്ലറ്റിൻ്റെ കുഴിയില്ല. അപ്പോൾ അതിൻ്റെ കുഴി പടുക്കാനും കല്ല് വേണം. അപ്പോൾ പിന്നെ നമ്മൾ കക്കൂസ് കുഴി പിന്നെ ഒരിക്കലും റിങ് ആക്കരുത് കേട്ടോ. റിങ്ങൊക്കെ ആക്കിയാൽ ഈ മഴയൊക്കെ നിൽക്കാതെ പെയ്യുന്ന ടൈമിൽ വെള്ളമൊക്കെ ഇറങ്ങിങ്ങാണ്ട് പിന്നെ അത് ബ്ലോക്ക് ആകാനും അത് പൊന്തി വരാനൊക്കെ സാധ്യത കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും കക്കൂസിനൊക്കെ ടോയ്ലറ്റിൻ്റെ കുഴി റിങ് ഇറക്കരുത്. പടവാണ് നല്ലത് കേട്ടോ. അതിപ്പോൾ നമ്മൾ കുറച്ച് പൈസ കൂടും പടവിനും കല്ലിനും ഒക്കെ. മറ്റേ റിങ് ആകുമ്പോൾ അതിൻ്റെ ഇറക്കി തരും, നമുക്ക് പണിയൊക്കെ ഒരുങ്ങും പറഞ്ഞിട്ട് കാര്യമില്ല. റിങ് ആകുമ്പോൾ അതിലുള്ള വെള്ളവും അതിലുള്ള അഴുക്കുകളൊക്കെ ടോയ്ലറ്റിൽ നിന്ന് പോണ ക്ലോസറ്റിൽ നിന്ന് പോണ പിന്നെ അഴുക്കുകളൊക്കെ എന്ത് ചെയ്യും, അതിലടങ്ങനെ തങ്ങി റിങ്ങിൽ അങ്ങനെ നിൽക്കുക ചെയ്യുക. വല്ലാതെ പെട്ടെന്ന് താഴ്ന്നു പോകില്ല. കല്ലാവുമ്പോൾ അതിൽ വലിഞ്ഞ് ഉണങ്ങി അങ്ങനെ വൃത്തിയായിട്ട് കിടക്കും. അതാണ് അതിനൊരു മാറ്റം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ബീഫ് നല്ലോണം കഴുകി വാരാൻ വെച്ചിട്ട് ചതച്ചതും മസാലയൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഒരു ചാറോക്കനാണ് ഉണ്ടാക്കുന്നത് ഞാൻ. അപ്പോൾ എന്താ പറയുക, പത്തിരി ചുടണം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുഞ്ഞാണിയാക്കാക്ക ബീഫ് ആണീൻ്റെ മുന്നേ പള്ളിക്കന്ന് വന്നപ്പോൾ തന്നെ ഇത് ചതച്ചതാണ് കേട്ടോ. അതായത് പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചതാണ്. അത് ഇട്ട് കൊടുക്കണം. പിന്നെ അപ്പോൾ പാകത്തിന് എടുക്കാൻ പാടുള്ളൂ. ചൊവ ഏറാൻ പാടില്ല. ചൊവ ഏറിയ ബീഫ് രസം ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. അപ്പോൾ കുഞ്ഞാണിയാക്കാക്ക് ചോറ് കൊടുത്തിട്ടുണ്ടോ. കുഞ്ഞാക്കാൻ്റെ കൂടെ ഞാനും കഴിച്ചു. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ ബീഫ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് നല്ല രസം ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ പത്തിരിക്ക് കുറച്ച് ചാറുകറി ആകുമ്പോൾ പത്തിരിക്ക് ഒഴിച്ച് കഴിക്കാൻ ഉള്ളതല്ലേ. അപ്പോൾ നല്ല രസമില്ലെങ്കിൽ പറ്റൂല. അപ്പോൾ അതാ പൊടികളൊക്കെ ഇട്ടുന്നുണ്ടോ. ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇറച്ചി മസാല ഇവിടെ ഉണ്ടായിനി. അപ്പോൾ അതും കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടോ. കുരുമുളക് പൊടിയും ഒക്കെ പാടിട്ടുങ്ങാണ്ട് നല്ലോണം ചൂടാക്കി. അപ്പോൾ ഈ ചട്ടീൻ്റെ തീ ഏറെയാണ്. വിറകാണെങ്കിലും നല്ല ചൂടാണ് അടുപ്പ്. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചുങ്ങാണ്ട് ഇളക്കി കൊടുത്തു. അല്ലെങ്കിൽ എന്താണെന്നറിയോ, അടി പിടിച്ചാൽ പിന്നെ നമ്മളെ ബീഫിൻ്റെ ടേസ്റ്റാണ് മാറും. അപ്പോൾ ഇങ്ങനെ ബീഫ് വരട്ടാനും പറ്റും, ചാറിനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ മുളക് പൊടി ഏറാന്നാൽ മതി. എന്നാൽ അത്യാവശ്യം എരിവ് വേണേന്. മല്ലിപ്പൊടി ഏറാൻ പാടില്ല. മല്ലിപ്പൊടി ഏറിയ ഒരു കുത്തുണ ചോവയക്കാർ കേട്ടോ. അപ്പോൾ അതാ നല്ലോണം കഴുകി വെള്ളം വലിഞ്ഞ ബീഫ് ഇതിലേക്ക് ആണ്ട് ഇട്ട് കൊടുക്കാനുണ്ടോ. അപ്പോൾ ഒരു 2 കിലോയിലേറെ ഇത്തിരിയൊക്കെ ഉണ്ടാവും കേട്ടോ. പള്ളിക്കന്ന് കിട്ടിയ ബീഫാണ്. 2 കിലോയിലേറെ ഉണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എന്ത് ചെയ്തു, ചിക്കൻ മാത്രം വാങ്ങിയത്. ബീഫ് കിട്ടുമല്ലോ, ഇത് ബീഫ് വാങ്ങിയില്ലാണ്. പിന്നെ മോട്ടി എനിക്കൂടെ വൈകുന്നേരം ആവും വരാൻ. അപ്പോൾ പിന്നെ വൈകുന്നേരത്തിന് ഉണ്ടാക്കിയാൽ മതിയല്ലോ വിചാരിച്ചും കണ്ടാണ് പിന്നെ ബീഫ് വാങ്ങാൻ വന്നത്. അപ്പോൾ അതാ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഈ നല്ലോണം കത്തിത്തളിച്ച് ചാമ്പി കടന്ന് പോലെ അങ്ങോട്ട് വേകണം. ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇറച്ചി മീനൊക്കെ വെക്കുമ്പോൾ തന്നെ നമ്മൾ തീ വെക്കുമ്പോൾ തന്നെ ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അതിൽ ഉപ്പ് പിടിക്കൂല, ഒരു ടേസ്റ്റ് കമ്മി തോന്നും.
നമ്മൾ വിളമ്പാൻ നേരത്തെ ഉപ്പിട്ട ഇറച്ചിയിൽ ഒന്നും ഇറച്ചിയിലാണെങ്കിലും മീനിലാണെങ്കിലും ഉപ്പാണ് പിടിക്കൂല. അപ്പോൾ പിന്നെ വേഗണീൻ്റെ മുന്നേ തന്നെ അടുപ്പത്തിടുമ്പോൾ തന്നെ നമ്മൾ ഇട്ടാൽ ആ ഉപ്പ് അങ്ങനെ സാവകാശം അങ്ങനെ ബീഫിക്ക് പിടിച്ചോളും. അപ്പോൾ ഇതാ ഇറച്ചി അടുപ്പത്ത് വെച്ചിരിക്കണ്. അപ്പോൾ പിന്നെ മാഷാ അല്ലാഹ് അതൊക്കെ തന്നെയാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കി. പത്തിരി നമുക്ക് അല്ല പത്തിരി ചിലതൊക്കെ കരിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞതൊക്കെ മാറ്റി വെച്ച് നല്ല പത്തിരിയൊക്കെ ഒരുക്കി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ധൃതിയിലുള്ള പണിയായതുകൊണ്ട് 2 3 ഒക്കെ ഒരുമിച്ച് ചുട്ടെടുക്കുമ്പോൾ അങ്ങനെയാണ് കരിഞ്ഞു പോകും. അപ്പോൾ നല്ലത് തട്ടിക്കൊട്ടിയിട്ട് എടുത്ത് പിന്നെ കരിഞ്ഞതൊക്കെ നമുക്ക് എടുക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ അതാണ് ബൗണ്ടിസ കീറിയത് അടുക്കളക്ക് വേണ്ടിയിട്ട് നമ്മളെ പരിൻ്റെ. അപ്പോൾ ഒരു 100 ചില്ല സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടാകിയേക്കാരം. എത്രയും കറിയിൽ ഒരു 200 സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. അടുക്കള കുറച്ച് വലിയ അടുക്കളയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടുക്കളൻ്റെ ആ ഭാഗത്ത് കക്കൂസിന് കുഴി കുത്താനുണ്ട്, അതും പണി തന്നെയാണ്. അപ്പോൾ പിന്നെ മാഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യും നമ്മളെ പണി പെട്ടെന്ന് തീരാൻ. അപ്പോൾ എല്ലാവരും ഞാൻ ഹൗസ് വാമിങ്ങിന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് കറി ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീരുന്നില്ല. അപ്പോഴത്തേനും ഞാൻ കുറച്ച് വെറും ചോറും വെക്കട്ടെ. നായി അരി അഥവാ ആർക്കെങ്കിലൊക്കെ വെറും ചോറ് വേണമെന്നുണ്ടെങ്കിൽ തിന്നാലേ അറിയാണ്ട്. അപ്പോൾ നായി അരി ഇട്ടിട്ടുണ്ട്. നാഴി അരി ഇട്ടു. ഇപ്പോൾ ആർക്കെങ്കിലൊക്കെ കഞ്ഞിനുള്ള വേണമെങ്കിലൊക്കെ കുടിക്കാമല്ലോ. ആരും തിന്നൊന്നുമില്ല, എന്നാലും ഒരു ഏതൂനി നമുക്ക് കുറച്ച് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ അതാ ബീഫ് കറി കണ്ടോ. അപ്പോൾ എന്ത് നല്ല ഉഷാറായിക്കണം. ഇതിക്ക് നല്ലോണം ചെറിയുള്ളി അരിഞ്ഞ് കരിയേപ്പിൻ്റെ ഉലുവിയൊക്കെ പാടെ പൊട്ടിച്ച് മൂപ്പിച്ചങ്ങാണ്ട് കറിക്ക് ഒഴിച്ചാൽ ഈ ഒരു ചാറ് മതി കേട്ടോ. നാളികേരം നിരക്കണില്ല കേട്ടോ പത്തിരിക്ക് കറിക്ക് ഇങ്ങനെ. അപ്പോൾ നമ്മക്കല്ല, അത് കാര്യമായിട്ട് നമ്മളെ ഫ്രണ്ട്സിനാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ പിന്നെ എല്ലാവരും ഒന്നും വിളിക്കണില്ല, നമുക്ക് സ്ഥല സൗകര്യം കുറവുകൊണ്ട് കാര്യം അല്ലാതെ വിളിക്കണില്ല. അപ്പോൾ 2 ആൾക്കാർ മാത്രം വരികയാണ്. ഒരു എന്തായാലും വിളിക്കാതെക്കാൻ പറ്റില്ല എന്നാൽ ഒരു വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് പിന്നെ അങ്ങനെയൊക്കെ പറയട്ടോ. ഞങ്ങൾ പിന്നെ അങ്ങനെയുള്ള ബന്ധങ്ങളാണ്, അതുകൊണ്ട് എന്തും പറയാം. അപ്പോൾ ഇതാ ബീഫ് നല്ലോണം തൂമിച്ച് ഇതാക്കി. അപ്പോൾ പത്തിരി ഇറച്ചി അങ്ങനെ കഴിക്കാം. ബിരിയാണി ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.